വേഗത്തിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. നിങ്ങളോടുകൂടെ അല്പനേരം ദൈവദിനം സംസാരിപ്പാൻ തന്ന അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിലായിട്ട് ഞാൻ ഗൗരവമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ വളരെ അലേർട്ടായിരിക്കണം. ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ബൈബിളിൽ. ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് ഏതാണ്ട് 34 വർഷം കഴിയുന്നു. ആ ജീവിതത്തിൽ ഏറ്റവും അധികം എൻ്റെ ജീവിതത്തെ പിടിച്ചു നിർത്തിയ, അല്ലെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്ത, എന്നെ കുറച്ചുകൂടെ എൻ്റെ പ്രസംഗ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ, എന്നെ തന്നെ ഒന്ന് മാറ്റങ്ങളിലേക്ക് കൊണ്ടുപോകണമെന്ന് എന്നെ തിരുത്തിയ കുറേയേറെ ഏറിയകൾ ഈ വചനത്തിനകത്തുണ്ട്. നിങ്ങൾക്കും അത് ഉപകാരമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ യാഗപീഠത്തെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. യാഗപീഠം എന്ന വാക്കിനെ സംബന്ധിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 24-25 വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ ഫിസിക്കലി ബൈബിൾ ഉള്ളവര് ദയവായിട്ട് അത് എടുക്കാൻ പറ്റുന്നവര്, അല്ലെങ്കിൽ മൊബൈലിലോ ടാബിലോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഒന്ന് എടുക്കണം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 20 വേഴ്സ് 24. എനിക്ക് മണ്ണുകൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കി, അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളെയും സമാധാന യാഗങ്ങളെയും നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. ഞാൻ എൻ്റെ നാമത്തിൽ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. 25-ാമത്തെ വാക്യം. കല്ലുകൊണ്ട് എനിക്ക് യാഗപീഠം ഉണ്ടാക്കുന്നു എങ്കിൽ ചെത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത്. ശ്രദ്ധിച്ചു കേൾക്കണം. കർത്താവ് പറയുകയാണ്, എനിക്ക് നിങ്ങൾ യാഗപീഠം ഉണ്ടാക്കുന്നെങ്കിൽ ആ കല്ലേല് ആയുധം തൊടാൻ പാടില്ല. അങ്ങനെ അവിടെ എഴുതിയേക്ക്. നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം എന്താ അങ്ങനെ പറയാം. അതിന്റെ അർത്ഥം ഞാൻ പറയാം. പണിയരുത്. നിന്റെ ആയുധം കൊണ്ട് അതിനെ തൊട്ടാൽ നീ അതിനെ അശുദ്ധമാക്കും. ഈ രാത്രി എല്ലാ പ്രിയപ്പെട്ടവരും ഈ ഒരു മെസ്സേജ് ഗൗരവമായിട്ട് എടുക്കാൻ തക്ക വിധത്തിലുള്ള ആശയങ്ങൾ അതിനകത്തുണ്ട്. ഞാനിത് പറയാം, നിങ്ങൾക്ക് പറയുമ്പോൾ അറിയാം. പഴയ നിയമത്തില് കർത്താവ് തൻ്റെ ജനത്തോട് ഇടപെടുന്നതിനും ഇറങ്ങി വരുന്നതിനും ദൈവം തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നതിനും വെച്ച ആക്സസ്, ദൈവം വെച്ച ഒരു പ്രത്യേക ചാനലായിരുന്നു ഈ യാഗപീഠം എന്നുള്ളത്. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കുറെ കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കാൻ, ഭൂമിയിൽ അനുഗ്രഹിക്കാൻ ദൈവം വെച്ച ഒരു ചാനൽ അല്ലെങ്കിൽ ആക്സസ്, അതായിരുന്നു ഈ ഓൾട്ടർ എന്ന് പറയുന്ന യാഗപീഠം. പഴയ നിയമത്തിലാണ് ഏറ്റവും കൂടുതൽ യാഗപീഠം എന്ന വാക്കുകൾ കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഏതാണ്ട് 14-16 പ്രാവശ്യം യാഗപീഠം എന്ന വാക്കുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ മാത്രം. യാഗപീഠം ആദ്യം പണിതത് കയീനാണ്. ഹാബേലും കയീനും യാഗം നിങ്ങൾ എല്ലാവർക്കും കണ്ടു. കയീനാണ് ആദ്യമായിട്ട് യാഗപീഠം പണിയത്. അബ്രഹാം ചെന്നിടത്തെല്ലാം യാഗപീഠം പണിതതായിട്ട് വേദപുസ്തകത്തിൽ വായിക്കും. ആമേൻ. ഇസ്രായേൽ മക്കൾക്ക് ദൈവം യാഗം വെച്ചു, യാഗപീഠം വെച്ചു. നോഹ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉടനെ ആദ്യം വീടല്ല പണിത്, യാഗപീഠമാണ് പണിത്. കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. വീടല്ല പണിത്, യാഗപീഠമാണ് പണിത്. ഗിദെയോൻ അപ്പന്റെ അശേര പ്രതിഷ്ഠ എന്ന യാഗപീഠത്തെ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് യഹോവയുടെ യാഗപീഠം അവന്റെ വീട്ടിലകത്ത് സ്ഥാപിച്ചു. അപ്പൊ ബൈബിളിൽ ഉടനീളം പഴയ നിയമത്തിന്റെ 39 പുസ്തകത്തിനകത്ത് യാഗപീഠം എന്ന വാക്ക് ഭയങ്കരമായിട്ട് നിഴലിച്ച് നിൽക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ എന്ത് മനസ്സിലായി? ദൈവത്തിന് ഒരാളെ അനുഗ്രഹിക്കുന്നതിന്, ദൈവത്തിന് ഒരാളോട് ഇടപെടേണ്ടതിന് ദൈവം പഴയ നിയമത്തിൽ വെച്ചേക്കുന്ന ഒരു ചാനലാണ്, ഒരാക്സസ് ആണ് യാഗപീഠം എന്നുള്ളത്. എന്ന പുതിയ നിയമവിശ്വാസിയായ നമ്മള് ഇതിനെ എങ്ങനെയാ കാണണ്ടേ? പറയാം.
പഴയ നിയമത്തിൽ ലിറ്ററലി കല്ലുകൊണ്ടോ മരം കൊണ്ടോ തടി കൊണ്ടോ ഉണ്ടാക്കുന്ന ഒരു യാഗപീഠമാണ് ദൈവത്തിന് തന്റെ ജനത്തോട് സംസാരിപ്പാൻ വെച്ച മാനദണ്ഡമെങ്കിൽ, പുതിയ നിയമത്തിൽ ആ യാഗപീഠം നമ്മുടെ പ്രാർത്ഥനയാണ്. ഒന്നുകിൽ നമ്മളാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ അതൊരു സ്ഥലമാണ്. സ്ഥലം, വ്യക്തി, പ്രാർത്ഥന, ഇതുമായിട്ട് കണക്ട് ചെയ്താണ് പുതിയ നിയമത്തിൽ ഈ യാഗപീഠം എന്ന വാക്ക് യേശു ഓർപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ അടുത്ത ഗൗരവമുള്ളൊരു കാര്യത്തിലേക്ക് പറയാൻ പോവാം. കുറച്ചു പേർക്കൂടെ ഈ ഇരിക്കുന്നവരിൽ ചിലർക്കൂടെ ഒന്ന് വീഡിയോ ഓണാക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഓണാക്കിയാൽ നല്ലതായിരുന്നു. നിങ്ങളുടെ മുഖം കണ്ട് സംസാരിക്കാനായിട്ട് എനിക്ക് പറ്റും. നിങ്ങളോട് എന്തെങ്കിലും ദൈവശബ്ദം ഉണ്ടെങ്കിലും അത് അറിയിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പോൾ യാഗപീഠം, പുതിയ നിയമത്തിൽ യാഗപീഠം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെയാ കാണിക്കുന്നത്, ഇല്ലെങ്കിൽ നിങ്ങളെയാ കാണിക്കുന്നത്, ഇല്ലെങ്കിൽ അതൊരു സ്ഥലത്തെയാണ് കാണിക്കുന്നത്. പഴയ നിയമത്തിൽ അങ്ങനല്ല, അതൊരു ഫിക്സഡ് പ്ലേസ് ആണ് യാഗപീഠം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ദൈവ ആത്മാവാണ്. ആത്മാക്കൾക്ക് ഒരിക്കലും ഭൂമിയിൽ ആക്സസുകൾ ഇല്ലായിരുന്നു. ശ്രദ്ധിച്ചു കേട്ടാലേ ഇത് മനസ്സിലാവത്തുള്ളൂ. സ്പിരിറ്റുകൾക്ക് ഭൂമിയിൽ വന്നു പോകാൻ ആക്സസുകൾ ഇല്ലായിരുന്നു. സ്പിരിറ്റുകൾക്ക് ഭൂമിയിൽ വന്നു പോകണമെങ്കിൽ ഇതുപോലുള്ള യാഗപീഠങ്ങൾ അത്യാവശ്യമായിരുന്നു. യാഗപീഠങ്ങൾ ഉള്ളിടത്ത് മാത്രമേ ആത്മാക്കൾക്ക് വന്നു പോകാനുള്ള ആക്സസുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, പൗലോസ് 3-ാം സ്വർഗം വരെ സഞ്ചരിച്ചു എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. 1-ാം സ്വർഗം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്ന ആ ട്രിനിറ്റേറിയൻ ഗോഡ് ഇരിക്കുന്ന സ്ഥലമാണ് സ്വർഗം എന്ന് പറയുന്നത്. 2-ാം സ്വർഗം ദൂതന്മാർക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ശ്രദ്ധിച്ചു കേൾക്കണം, ദൂതന്മാർ ആത്മാക്കളാണ്. ദൈവ ആത്മാവാകുന്നു. നമ്മൾ വേദപുസ്തകത്തിൽ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം ദൈവ ആത്മാവാണ്. ആ ആത്മാവാകുന്ന ദൈവം ജഡമെടുത്ത് ശരീരമെടുത്ത് ഭൂമി വന്നതാണ് യേശു കർത്താവ്. ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞാട്ടെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ ജഡമെടുത്ത് ഭൂമിയിൽ വന്ന യേശു ആണ് നമ്മൾ ആരാധിക്കുന്ന യേശു കർത്താവ്, യേശു ക്രിസ്തു എന്ന വാക്ക്. ജഡമെടുത്തു, ദൈവ ആത്മാവാണ്. അപ്പോ ആത്മാക്കൾക്ക് ഭൂമിയിൽ വരണമെങ്കിൽ അതിന് പ്രത്യേക ആക്സസുകൾക്ക് ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി പഴയ നിയമത്തിൽ കർത്താവ് വെച്ചിരിക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നു യാഗപീഠം എന്നുള്ളത്. ഇനി ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഈവിൾ സ്പിരിറ്റുകൾക്കാണെങ്കിലും ഹോളി സ്പിരിറ്റിനാണെങ്കിലും ദൈവത്തിനാണെങ്കിലും ഭൂമിയിൽ വരണമെങ്കിൽ യാഗപീഠം കൂടിയേ തീരും, അല്ലാതെ വരാൻ പറ്റില്ല. ഇപ്പൊ മനസ്സിലായോ? അത്രയും പറഞ്ഞപ്പോ മനസ്സിലായോ യാഗപീഠത്തിന്റെ ഇമ്പോർട്ടൻസ് എന്തുവാണെന്ന്? ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് എന്നാന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ? യാഗപീഠം ഇന്ന് രാത്രി ഇത് കയറിയവരോട് ഞാൻ പറയുന്നു, പൊളിഞ്ഞുപോയ യാഗപീഠങ്ങൾ പണിയട്ടെ യേശുവിന്റെ നാമത്തിൽ. തകർന്നുപോയ യാഗപീഠങ്ങൾ പുതുക്കി പണിയട്ടെ. റീബിൽഡ് യുവർ ഓൾട്ടർ. നിങ്ങളുടെ ഓൾട്ടറുകളെ നിങ്ങൾ റീബിൽഡ് ചെയ്യട്ടെ. ആമേൻ. ഇന്നലകളിൽ നിങ്ങൾ വരുത്തിയ പിഴവുകൾ, യാഗപീഠവുമായി വരുത്തിയ പിഴവുകൾ, പ്രാർത്ഥനയുടെ മേഖലയിൽ വരുത്തിയ പിഴവുകൾ, ദൈവത്തിന് വഴി തുറക്കാൻ പറ്റാതെ, ദൈവത്തിന് വാതിൽ തുറക്കാൻ പറ്റാതെ, ദൈവത്തിന് നിങ്ങളോട് ഇടപെടാൻ പറ്റാത്ത നിലയിൽ, ദൈവത്തിന് തീ ഇറക്കാൻ പറ്റാത്ത നിലയിൽ, ദൈവത്തിന് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റാത്ത നിലയിൽ ഇന്നലകളിൽ നിന്റെ യാഗപീഠത്തെ പൊളിച്ചു കളഞ്ഞ ശക്തികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ തകർന്ന് തരിപ്പണമാകട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ശമന റികർത്തനാധികാരകസ്യാദന. പിശാചിന് യുദ്ധം നിന്നോടല്ല, നിന്റെ യാഗപീഠത്തോടാണ്. പിശാചിന് യുദ്ധം നിന്റെ പ്രാർത്ഥനാ ജീവിതത്തോടാണ്. അത് പൊളിച്ചാൽ അവൻ വിജയിച്ചു. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഇന്നലെ വരെ തീവ്രമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പലരെയും ഇന്ന് രാത്രി പിശാച് പുറകിലേക്ക് ആക്കി കളഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി യാഗപീഠത്തിലേക്ക് തിരിയാനുള്ളൊരു സന്ദേശമാണ് ഇന്ന് രാത്രി ഈ ഗ്രൂപ്പിനോട് എനിക്ക് പറയാനുള്ളത്. കം ബാക്ക് ടു ദ ഓൾട്ടർ. നിങ്ങൾ ഓൾട്ടറിലേക്ക് തിരിയണം. തിരിഞ്ഞേ പറ്റൂ, അല്ല എങ്കിൽ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച, ഞാൻ യാഗപീഠത്തെ കുറിച്ച് ചില തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ നിരത്താം.
അവൻ സ്വതന്ത്രം. അപ്പോ ആത്മാക്കൾക്ക് ഭൂമിയിൽ ആക്സസ് വേണമെങ്കിൽ യാഗപീഠം കൂടിയേ തീരത്തുള്ളൂ. ഇനി ഞാൻ നിങ്ങളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ദുരാത്മാക്കൾക്ക് ഞാനിപ്പോ ചെങ്ങന്നൂരിൽ വർക്ക് ചെയ്യുന്ന ഒരു കർത്തൃദാസനാണ്. ചെങ്ങന്നൂരിൽ പൈശാചിക മണ്ഡലത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ യാഗപീഠം ഒരുക്കി കൊടുത്തേ പറ്റൂ. പൈശാചിക ശക്തികൾക്ക് ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ യാഗപീഠം കൂടിയ തീരത്തോളൂ. ഇവിടെ ഹോമങ്ങൾ നടത്തിയേ പറ്റൂ. ഇവര് സ്വത്രം ജപങ്ങൾ നടത്തിയേ പറ്റൂ, അർച്ചനകൾ നടത്തിയേ പറ്റൂ, ആരാധന നടത്തിയേ പറ്റൂ, മുറിവേൽപ്പിച്ചേ പറ്റൂ, ആഭിചാരം ചെയ്തേ പറ്റൂ, മന്ത്രവാദം നടത്തിയേ പറ്റൂ. മുഴുവനും നടക്കുന്നത് യാഗപീഠത്തിന്റെ മീതെ ഉള്ള കവനന്റുകളാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പൈശാചിക ലോകത്തിലൂടെ പ്രവർത്തിക്കാൻ യാഗപീഠം ആവശ്യമാണെങ്കിൽ ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ പ്രാർത്ഥന എന്ന മാധ്യമം കൂടിയേ തീരൂ. നോ ഡൗട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പിശാചിന്റെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് യാഗപീഠം പൊളിച്ചു കളയും. ഏലിയാവ് തീ ഇറക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്തത് 12 കല്ല് എടുത്തു വെച്ച് യാഗപീഠം പുതുക്കി പണിതായിട്ടാണ്. അത് പൊളിച്ചതാരാ? ബാലിന്റെ പ്രവാചകന്മാര്. അത് പൊളിച്ചു കളഞ്ഞ് ദൈവത്തിന്റെ തീ ഇറങ്ങേണ്ട യാഗപീഠം ഒരു പൊളിച്ചു കളഞ്ഞു. ഏലിയാവ് ചെന്നിട്ട് ചെയ്തത് ആ യാഗപീഠത്തിനെ റീബിൽഡ് ചെയ്തു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഇതിലിരിക്കുന്ന പലരെയും ദൈവത്തിന് അനുഗ്രഹിക്കണമെന്നുണ്ട്. പലർക്കും ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങൾക്ക് ആ ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് സ്തോത്രം പറയാമെങ്കിൽ പറഞ്ഞു. പലർക്കും വേണ്ടി പുതുവഴികൾ തുറക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. പലരോടും ദൈവത്തിന് ഡയറക്റ്റ് ഇടപെടണമെന്ന് ആഗ്രഹമുണ്ട്. പലരെയും ദൈവത്തിന് ബ്ലസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ യാഗപീഠം ശരിയല്ല, ആക്റ്റീവ് അല്ല, അതിനകത്ത് തീ കത്തുന്നില്ല. ഉറക്കമന ശബർപ്രഭ ജഗർത്ഥനാദി ദൂരവർത്തനം പ്രഭാതകർത്തന വേദികരഘടകരഹസ്യാന. പലരുടെയും യാഗപീഠങ്ങൾ തീ ഇല്ല, അതിനകത്ത് തീ കെട്ടുപോയിരിക്കുന്നു, അത് ആക്റ്റീവ് അല്ല. ഇന്ന് രാത്രി അതിൽ യാഗവസ്തുവിനെ വെച്ച ദഹിപ്പിക്കുന്ന തീ അതിനകത്തില്ല. ഇന്ന് രാത്രി കർത്താവ് ചിലരെ നോക്കിക്കൊണ്ട് പറയുന്നു, നിന്റെ യാഗപീഠം പണിയാൻ സമയമായി, ദൈവം ഇറങ്ങാൻ സമയമായി, തീ ഇറങ്ങാൻ സമയമായി, ബാലിന്റെ പ്രവാചകന്മാർ മുട്ടുമടക്കാൻ സമയമായി. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഹല്ലേലൂയ. റീബിൽഡ് യുവർ ഓൾട്ടർ. നിങ്ങളുടെ യാഗപീഠത്തെ നിങ്ങൾ പുതുക്കി പണിയണം എന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾ നോക്കിയേ, അടുത്തൊരു സെന്റൻസ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. യാഗപീഠം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ എയർപോർട്ടാണ്. സ്പിരിറ്റുകൾക്ക് വന്നു പോകാൻ പറ്റുന്ന ഒരു എയർപോർട്ടാണ്. അതിന് ആ ഭാഷ ഉപയോഗിക്കുന്നത് തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ദോഹയിൽ, ദോഹയിൽ പാർക്കുന്ന ഒത്തിരി പേരുണ്ട്. ചിലരൊക്കെ നാട്ടിൽ നിന്ന് കയറിയവരുണ്ട്, ചിലർ ദോഹയിൽ. പ്രിൻസ് ദോഹ അവിടെ എഴുതിയേക്കുന്നത് അങ്ങനെയാണ്. റെജി ബ്രദർ ദോഹയിലാണോ? റെജി സാമം? അതെ, ദോഹയില. എന്റെ ചോദ്യം ഇതാണ്, ദോഹ എയർപോർട്ടിൽ ദോഹയുടെ ഫ്ലൈറ്റ് മാത്രമേ ഇറങ്ങത്തോളൂ? ഇല്ല, എത്രയോ രാജ്യത്തിന്റെ ഫ്ലൈറ്റ് ആണ് ദോഹയിൽ ഇറങ്ങുന്നത്. ഒരല്ലേ പറയാമോ? കൈ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, ഒരു കൈ ഉയർത്തി പറയാമോ? ഞാനൊന്ന് കാണട്ടെ. പ്രൈസ് ദി ലോർഡ്. 27 പേര് ഈ യോഗത്തിനകത്ത് ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഒരു എയർപോർട്ടിനകത്ത് ആ രാജ്യത്തിന്റെ ഫ്ലൈറ്റ് മാത്രമല്ല ഇറങ്ങുന്നത്, പല രാജ്യത്തിന്റെ കൊടിവെച്ച ഫ്ലൈറ്റ്, സിമ്പലുള്ള ഫ്ലൈറ്റ് ആണ് ആ രാജ്യത്ത് ഇറങ്ങുന്നത്. ഇന്ന് രാത്രി ഞാനൊരു മർമ്മം പറയാം. നിങ്ങൾ ഒരു യാഗപീഠം പണിതാൽ ആ യാഗപീഠത്തിൽ ഒരു ഫ്ലൈറ്റ് അല്ല, അതൊരു എയർപോർട്ടാ. ഇന്ന് രാത്രി കർത്താവ് പ്രവചിക്കുക ചിലരോട്, നീ ഒരു യാഗപീഠം പണിത് അത് ആക്റ്റീവായാൽ അതിനകത്ത് വന്നു പോകുന്ന ആക്സസുകൾ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. ഒന്ന് മിണ്ട്. എന്തായാലും ഇതൊരു സൂം മീറ്റിംഗ് അല്ലേ, നിങ്ങൾ അവിടെ ഇരുന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല. ദൈവത്തിന് നന്ദി ആരാധനയും പറഞ്ഞാട്ടെ. നീ ഒരു യാഗപീഠം പണിതാൽ അത് ആക്റ്റീവായാൽ അതിനകത്ത് തീ ഇറങ്ങിയാൽ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ജനരോട് പറയുന്നു, സ്പിരിച്വൽ എയർപോർട്ടാണ്. അവിടെ ദൂതന്മാർ വന്നു പോകും, അവിടെ ദൈവദാസന്മാർ വന്നു പോകും, അവിടെ അഭിഷക്തന്മാർ വന്നു പോകും, അവിടെ വിവിധ രാജ്യങ്ങളെ സ്തോത്രം പ്രതിനിധീകരിക്കുന്ന കാൻഡിഡേറ്റ്സ് വന്നു പോകും. ഇന്ന് രാത്രി ചിലരുടെ യാഗപീഠങ്ങൾ ആക്റ്റീവ് ആകട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നു, ആക്റ്റീവ് യുവർ ഓൾട്ടർ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങളുടെ ഓൾട്ടറുകൾ ആക്റ്റീവ് ആകട്ടെ. ആമേൻ. സ്തോത്രം.
ഇന്ന് രാത്രി പൈശാചിക ശക്തികൾക്ക് ഈ ദേശത്ത് വന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവരുണ്ടാക്കി കൊടുക്കുന്ന യാഗങ്ങളും അർപ്പണങ്ങളും അർച്ചനകളും കുണ്ടങ്ങളും തീകളും അതിനാവശ്യമാണെങ്കിൽ ദൈവ പൈതലിന്റെ യാഗപീഠത്തിൽ ദൈവം ഇറങ്ങി വന്ന് ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് ഈ രാത്രി ഞാൻ സംസാരിക്കുകയാണ്. ദൈവം ഇറങ്ങി വരും, ദൈവം ഇറങ്ങി വരും. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ വായിച്ച ഈ വാക്ക് വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. എന്ത് ഈ പുറപ്പാട് പുസ്തകം 20-25 വാക്യമാണ് നമ്മൾ വായിച്ചത്. ഇവിടെ നിങ്ങള് കല്ലുകൊണ്ടാണ്, മണ്ണുകൊണ്ടാണ് ഒരു യാഗപീഠം ഉണ്ടാക്കുന്നതെങ്കിൽ, ആമേൻ സ്തോത്രം, കല്ലുകൊണ്ടാണ് എനിക്കൊരു യാഗപീഠം ഉണ്ടാക്കുന്നുവെങ്കിൽ അതിനകത്ത് പണിയായുധം തുടരുത്. അതിന്റെ അർത്ഥം എന്തുവാ? മിനുക്കുപണിയോ കൊത്തുപണിയോ ഒന്നും ആ കല്ലിനകത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അതിന്റെ അർത്ഥം. നിങ്ങളുടെ കഴിവൊന്നും യാഗപീഠത്തിൽ വേണ്ട. സഹോദരിമാര് ഒന്ന് ശബ്ദം ഒന്ന് ദൈവത്തെ സ്തുതിക്കാവോ? പ്രാർത്ഥനാ മുറിയിൽ നമ്മുടെ പ്രാസോ കഴിവോ ഒന്നും വേണ്ട. അവിടെ ഇറങ്ങുന്നത് ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ ചുടമന അധികൽക്കരകതനഘടകസിയാന. ഇന്ന് രാത്രി കർത്താവ് ചിലരോട് പറയാ, പ്രാർത്ഥനാ മുറിയിൽ നമ്മുടെ ഒരു ഫിലോസഫിയും വേണ്ട, ഒരു കഴിവും വേണ്ട, ഒരു BTHO MDO ഡിഗ്രി വേണ്ട. അവിടെ വെളിപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. മൈ ഗോഡ് ഹെൽപ് മീ ടു പ്രീച്ച് ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി എനിക്ക് അറിയത്തില്ല, ഇത് കയറി വന്നവരോട് പറയുകയാണ്, അവിടെ നിന്റെ നിറം വിഷയമല്ല, നിന്റെ പ്രാസം വിഷയമല്ല, നിനക്ക് പ്രാർത്ഥിക്കാമെന്ന് അറിയുന്ന വിഷയമല്ല. അവിടെ കർത്താവ് പറഞ്ഞത് കല്ലുകൊണ്ടാ യാഗപീഠം പണിയുന്നെങ്കിൽ ആയുധം തൊടാൻ പാടില്ല. നിന്റെ ഒരു പരിപാടിയും ആ കല്ലിന്റെ മേൽ വേണ്ട, ഒരു കൊത്തുവർക്കും അതിനകത്ത് വേണ്ട, മിനുസുപണി വേണ്ട. പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയുന്നു, ഒരു മുൻകാല പരിചയങ്ങളും പ്രാർത്ഥനാ മുറിയിൽ വേണ്ട. അവിടെ ഇറങ്ങുന്നത് സർവശക്തനായ ദൈവം. മണ്ണുകൊണ്ടാ യാഗപീഠം പണിയുന്നെങ്കിൽ, കല്ലുകൊണ്ടാ യാഗപീഠം പണിയുന്നെങ്കിൽ ആയുധം തുടരുത്. അവിടെ നമ്മുടെ മാനുഷിക കഴിവുകൾ യാഗപീഠത്തിൽ വേണ്ട. ഞാനത് അല്പം കൂടെ എനിക്കത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആശയം എൻ്റെ ഉള്ളിൽ ഉദിക്കുന്നു. അവിടെ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി യാഗവസ്തുവിനെ ദഹിപ്പിക്കുകയാണ്. എത്ര പേര് സ്തോത്രം ചെയ്യുന്നുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അന്ത്യകാലത്ത് യാഗപീഠങ്ങളെ പൊളിച്ച് ദുർബലമാക്കിക്കൊണ്ടിരിക്കുകയാണ് സാത്താൻ. പലരുടെയും പ്രാർത്ഥനാ ജീവിതം ഭയങ്കര മോശമാണ്. അവർക്ക് ബാക്കിയുള്ളതിനെല്ലാം സമയമുണ്ട്, പ്രാർത്ഥിക്കാൻ മാത്രം സമയമില്ല. നിങ്ങൾ അതിനെ വേണമെങ്കിൽ തെറ്റായി വ്യാഖ്യാനിക്കാത്തില്ല എങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. പ്രാർത്ഥനയ്ക്ക് ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. എ പ്രോപ്പർ പ്ലേസ്. യു ഹാവ് ടു സെലക്ട് എ പ്രോപ്പർ പ്ലേസ്. ഒരു സ്ഥലം അതിന് തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. പേഴ്സണൽ ഓൾട്ടർ, വ്യക്തിപരമായി യാഗപീഠം പണിയുന്നവർ വീടിനകത്ത് ഒരു മുറിയോ ഒരു സ്ഥലമോ ഒരു പ്ലേസോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ ചിന്ത. അതിന് പറയാൻ കാരണമുണ്ട്. യേശു പതിവ് പോലെ പ്രാർത്ഥിക്കാനായിട്ട് ഗതസമനെ പോയി. യേശു പ്രാർത്ഥിച്ചതൊരു പ്രത്യേക പ്ലേസ് ഉണ്ടായിരുന്നു യേശുവിന്. 2, യേശുവിന് പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേക സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യൂദയ്ക്കും കൂട്ടർക്കും യേശുവിനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റിയത്. കാരണം ഞങ്ങളുടെ ഗുരു അവിടെ ഉണ്ട്, വൈകിട്ട് അവിടെ ഉണ്ട്. ഹലോ, ഞങ്ങളുടെ ഗുരു വൈകിട്ട് അവിടെ ഉണ്ടെന്ന്, ആ തോട്ടത്തിലുണ്ട്, അവിടെ ചെന്നാൽ കാണാം. പരിശുദ്ധാത്മാവ് ഇന്ന് കയറിയ 27 പേരോട് 29 പേരോട് ആത്മാവ് പ്രവചിച്ച് തന്നെ സംസാരിക്കുന്നു. പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലവും ഒരു ടൈമും ഉള്ളത് നല്ലതാണ്. എഗ്രി ചെയ്യുന്നുണ്ടോ? നമുക്ക് വേണമെങ്കിൽ പറയാം അതൊരു മതത്തിന്റെ ചിന്തയല്ലേ, മതത്തിന്റെ ഭാഗമല്ലേ, അങ്ങനെ ഒരു സമയം വേണോ? എപ്പോഴും പ്രാർത്ഥിക്കാൻ പൗലോസ് പറയുന്നില്ലേ? എൻ്റെ പൊന്നു കുഞ്ഞെ, ഈ പറഞ്ഞ് നമ്മള് സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളെ ദുർബലമാക്കി ഇവിടുത്തെ കുറെ വിശ്വാസികൾ ഇപ്പൊ പ്രാർത്ഥനയില്ല, സ്ഥലവും ഇല്ല, സീരിയസ് ആയി എടുക്കേണ്ട കാര്യങ്ങളെ ദുർബലമാക്കി. നമ്മുടെ ഇടയിലെ പല ദൈവമക്കളും സീരിയസ് ആയി എടുക്കേണ്ട കാര്യങ്ങളെ ദുർബലമാണ്.
എന്താ ദൈവം കേൾക്കത്തില്ലയോ? ആ സ്ഥലത്ത് പോയി ഇരുന്നാലേ കേൾക്കത്തോളോ, ആ സമയത്ത് പ്രാർത്ഥിച്ചാലേ കേൾക്കത്തോളോ? ഇങ്ങനെ പറയുന്ന കുറെ വിശ്വാസികളെ ഞാൻ നേരിട്ടു, കണ്ടുമുട്ടി. ഇപ്പൊ പ്രാർത്ഥനയില്ല പ്രിയരെ, ഒരു പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല. ശേഷം മനുഷ്യനെ പോലെ സാത്താൻ അവന്റെ ജീവിതത്തെ താറുമാറാക്കി കളഞ്ഞു പലരെയും. ഈ രാത്രി എന്നെ ഗൗരവത്തോടെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, പ്രഭാതത്തിൽ എഴുന്നേക്കാൻ പറ്റുന്നവർ എഴുന്നേക്കുക, 2 മണിക്ക് എഴുന്നേക്കാൻ പറ്റുന്നവർ എഴുന്നേക്കുക. ആമേൻ, സ്തോത്രം. ഞാൻ ചിലർക്ക് ആഹ്വാനം തരുന്നു, ഏറ്റവും പവർഫുൾ ആയിട്ട് പ്രാർത്ഥന എഫക്റ്റീവായി തീരുന്ന സമയം എന്ന് പറയുന്നത് 2 മണിക്ക് ശേഷമാണ്. നിങ്ങളത് ദൈവദാസന്മാർ അത് പരിശീലിച്ച് വിജയിപ്പിച്ചവരുടെ വായിന്ന് കേട്ടതാണ്. രാത്രിയിലെ യാമങ്ങൾ, ഇന്ന് രാത്രി. അതുകൊണ്ടാണ് ആമേൻ, സ്തോത്രം, ഞാൻ ബൈബിളിൽ നിന്ന് തന്നെ ചില തെളിവുകൾ പറഞ്ഞോട്ടെ. പ്രഭാതയാമമായപ്പോൾ യഹോവ ചെങ്കടലിന്റെ മധ്യേ ഇറങ്ങി നിന്നു. റമന സന്ദന പ്രഭാജകസിയാന. നിങ്ങൾ നോക്കിക്കേ, 4-ാം യാമത്തിൽ ദൈവം കടലിന്മേൽ നടന്ന് കാറ്റിനെ ശാന്തമാക്കി. ഇന്ന് രാത്രി അതിനൊക്കെ പ്രാധാന്യമുണ്ട് കേട്ടോ. 4-ാം യാമം എന്ന് പറഞ്ഞാൽ 3 മണിയാ, 3 തൊട്ട് 6 വരെയാ ലാസ്റ്റ് യാമം. യഹൂദന്മാർക്ക് 4 യാമമാണ്. അത് ആരംഭിക്കുന്നത് നിങ്ങൾക്കറിയാം, 3 മണിക്കൂറാണ് ഒരു യാമം. ഇന്ന് രാത്രി അങ്ങനെയാണെങ്കിൽ ശിഷ്യന്മാരുടെ അടുത്തേക്ക് യേശു ചെന്നത് 4-ാം യാമത്തിലാണ്. ഏകദേശം 3 മുതൽ 6 മണി വരെയുള്ള സമയത്തിന്റെ ഇടയിലാണ് യേശു നടന്നത്. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത്, പ്രഭാതയാമത്തിൽ യേശു അവരുടെ നടുവിൽ ചെന്നു. ഈ പ്രഭാതയാമത്തിൽ അവൻ കടലിന്റെ നടുവിൽ ഇറങ്ങി നിന്നു, ചെങ്കടലിനെ 2ആക്കി. അതുകൊണ്ട് പ്രഭാതത്തിലുള്ള പ്രാർത്ഥന ഭയങ്കര എഫക്റ്റീവാണ്. എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒരു ഭയങ്കര പവർഫുൾ പ്രാർത്ഥന ടൈമാണ് പ്രഭാതയാമത്തിലെ പ്രാർത്ഥന. എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ അതുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സമയമില്ല വേറെ. ദൈവദാസന്മാർ വിജയിച്ചവർ പറഞ്ഞ വാക്കാണത്. ബൈബിളിന്റെ തെളിവനുസരിച്ചാണ് ഞാനത് പറയുന്നത്. ഇന്ന് രാത്രി പറ്റുമെങ്കിൽ ചിലർ അങ്ങനെ എഴുന്നേറ്റോ. ഇന്ന് രാത്രി വിജയം കുറച്ചുകൂടെ വേഗത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്ന ഒരു എൻവയോൺമെന്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു റലമായിരിക്കും പരിശുദ്ധാത്മാവ് ആ സമയങ്ങളിൽ തുറക്കുന്നത്. ഓക്കെ, നമ്മൾ സീരിയസ് ആയിട്ട് ഇന്ന് രാത്രി ഞാൻ അതിനെ കാണുകയാണ്. ഒരു സ്ഥലം വീട്ടിനകത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടുന്ന ഒരു പ്ലേസ് ഒരുക്കുന്നത്, അതിനൊരു സമയം ഒരുക്കുന്നത് നല്ലതാണ്. ഇനി എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, ആ പ്രാർത്ഥനാ മുറിക്കകത്ത് നിങ്ങളുമായി, നിങ്ങളുടെ ദർശനവുമായി യോജിക്കാത്ത ആരെയും ആ മുറി കയറ്റരുത്. നിങ്ങൾ വളരെ ഗൗരവത്തോടെ അത് ചിന്തിക്കണം. അതെന്താ പറയാൻ കാരണം എന്നറിയോ? ഓരോ വ്യക്തികൾ ഓരോ പോർട്ടലുകളാണ്. ഇപ്പൊ സജീവം പാസ്റ്റർ ലാലു ബ്രദറിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ എന്നിൽ എന്തൊക്കെ കാര്യങ്ങളാണോ കുടിയിരിക്കുന്നത്, ഞാൻ ക്യാരി ചെയ്യുന്നത്, അതുമായിട്ടാണ് ഞാൻ ലാലുച്ചാന്റെ വീട്ടിലോട്ട് ചെല്ലുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലര് നമ്മുടെ വീട്ടിൽ വന്നിട്ട് പോയാൽ വഴക്കുണ്ടാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ചിലര് വീട്ടിൽ വന്ന, ചില വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ വഴക്കുണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സ്പിരിറ്റ് നമ്മളെ എതിർക്കുന്നതാ. അങ്ങനെയുള്ളവർ എന്താണെന്നറിയോ? അങ്ങനെയുള്ളവർ ചിലര് നമ്മുടെ വീട്ടിൽ വന്നിട്ട് പോയാൽ അടി ഉണ്ടാവും, ഭാര്യ ഭർത്താവോടെ ബഹളം ഉണ്ടാവും, ഉറപ്പാ, ഒരു സംശയമില്ല. കാരണം എന്താണെന്നറിയോ? അവര് വഹിക്കുന്ന ചില സേട്ടൻ സ്പിരിറ്റുകൾ ക്യാരി ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ കയറി ഇറങ്ങി പോകുന്നതോടെ ആ എൻവയോൺമെന്റുകൾ ഉണ്ടാകുന്നത്. വിശ്വസിച്ചാലും ഇല്ലേലും അതൊരു ആത്മീയ സത്യം തന്നെ. ഞാൻ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ പഠിച്ചൊരു കാര്യമാണ്. ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഈ രാത്രി പരിശുദ്ധാത്മ പറയുന്നു, വ്യക്തികൾ പോർട്ടലുകളാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഈ ദുരാത്മാവ് ബാധിക്കപ്പെട്ടവർ ചർച്ചിനകത്ത് വന്നിരുന്ന ആരാധന വെളിപ്പെടുത്തില്ല. ആമീൻ പറയാൻ പറ്റുമെങ്കിൽ പറ. ആമീൻ സ്വതന്ത്രം. ഇറിറ്റേഷൻ ഉള്ളവര്, മത്സരമുള്ളവര്, അസൂയ ഉള്ളവര്, ജഡീകത്വമുള്ളവര്, ആമീൻ സ്വതന്ത്രം. ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കുക, ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ, എനിക്ക് രാജാനെ ഒഴിച്ച് ബാക്കി ആരെയും അറിയത്തില്ല ഇതിനകത്ത്. പക്ഷെ ഞാൻ തുറന്ന മനസ്സോടെ പറയുന്നു, ജഡീകം പാട്ടുപാടിയാൽ ആത്മാവ് വ്യാപരിക്കത്തില്ല. അവൻ ഓർഗൻ വായിച്ചാൽ ആത്മാവ് വ്യാപരിക്കത്തില്ല. ചർച്ചിനകത്ത് കയറി വന്നാൽ, കൊയറിനകത്ത് നിന്നാൽ, പ്രസംഗിച്ചാൽ, സങ്കീർത്തനം വായിച്ചാൽ വ്യാപരിക്കത്തില്ല. കാരണം അവനിൽ കുടിയിരിക്കുന്നത് വേറെ സ്പിരിറ്റാണ്.
ഇന്ന് രാത്രി എവ്രി കൈൻഡ് ഓഫ് അൺക്ലീൻ സ്പിരിറ്റ്, അൺനാച്ചുറൽ സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചിലരെ വിട്ട് മാറിപ്പോകട്ടെ. അസൂയകൾ മാറിപ്പോകട്ടെ, മത്സരങ്ങൾ മാറിപ്പോകട്ടെ, ജഡീകത്വങ്ങൾ, ലോകമയത്വങ്ങൾ ഇന്ന് രാത്രി ചിലരെ വിട്ട് മാറി ഇപ്പോൾ ഫ്രീ ആകട്ടെ. ആമേൻ. ദുരാത്മ ശക്തികൾ ഇന്ന് രാത്രി ശരീരം വിട്ട് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. കൈവശത്തിന്റെ കെട്ടുകൾ, ദുരാത്മ ശക്തികൾ, ഭൂതപ്രേത ശക്തികൾ ഇന്ന് രാത്രി ശരീരത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ ചിലരെ ഫ്രീ ആക്കുന്നു. ആമേൻ. മനസ്സിൽ നിന്ന് ചിലത് ഇറങ്ങിപ്പോകുന്നു. കഠിനമായ ദുഃഖങ്ങൾ, ആമേൻ, എല്ലാ പ്രയാസങ്ങൾ ഇന്ന് രാത്രി ഇറങ്ങിപ്പോകുന്നു. യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വ്യക്തികൾ പോർട്ടലുകളാണ്. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ, ദൈവവുമായിട്ട് നീ സന്ധിക്കുന്ന മുറിയിൽ എല്ലാവരെയും കയറ്റാതിരിക്കുക. ഞാൻ ഇച്ചിരി ഒരു കടന്ന കൈയോടെ പറയാൻ പോവാ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് മൊബൈല് പോലും നിങ്ങളുടെ റൂമിൽ കൊണ്ടുപോകാതിരിക്കുക. ചിലർ പറയും, പക്ഷേ ഞങ്ങളുടെ മൊബൈലില്ല, ബൈബിളില്ല, ഡൗൺലോഡ് ചെയ്തേക്കുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അത് കൊണ്ടുപോകാനുള്ള പ്രശ്നം എന്താണെന്നറിയാം? നിങ്ങൾ അവിടെ വരുന്ന കോൾ എടുക്കും. ആ മുറിയിൽ ഇരുന്നുകൊണ്ട് ചിലരെ വിളിക്കും, ഫോൺ വിളിക്കും, സംസാരിക്കും. ദൈവത്തോട് സംസാരിക്കുന്നതിനേക്കാൾ വലുതാണോ മനുഷ്യനോട് സംസാരിക്കുന്നത്? അപ്പം യാഗപീഠത്തിന്റെ പ്രാധാന്യം മനസ്സിലായോ? യാഗപീഠം ആര് പണിതോ അവിടെ ദൈവം അസാധാരണ വാതിലുകൾ തുറന്നിരിക്കും. ഒരു സംശയമില്ല. ഞാൻ ബൈബിളിൽ നിന്ന് അതിന്റെ തെളിവുകൾ നിരത്താൻ പോവാ. സ്തോത്രം. ആര് പണിയുന്നോ അവരുടെ ആ യാഗപീഠത്തിന്റെ മീതെ, യാഗപീഠം പണിതത് കറക്റ്റ് ആണെങ്കിൽ, അത് നിയമവ്യവസ്ഥതയിലാണെങ്കിൽ, അത് കർത്താവിന്റെ ഓർഡർ അനുസരിച്ചാണെങ്കിൽ, അതിന്റെ മീതെ ദൈവിക വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കും. നോ ഡൗട്ട്. നിങ്ങൾ അനുഭവിക്കുന്ന ഫിനാൻഷ്യൽ ക്രൈസിസ്, നിങ്ങൾക്ക് വെളിപ്പെടേണ്ടുന്ന സ്പിരിച്വൽ ബ്ലെസ്സിങ്ങുകള്, ഐ ഓപ്പണിങ്ങുകള്, റഖമനായ ലേബ്ര ഹസ്മനാധികാര, ഇതുവരെയും സംഭവിക്കാത്ത തരത്തിലുള്ള ദൈവിക ഇടപെടലുകൾ ഈ യാഗപീഠത്തിൽ നടക്കും. എന്നോട് ദൈവം ഒന്ന് ഇടപെടണമെന്ന് കൊതിക്കുന്ന ഒത്തിരി പേര് ഈ മീറ്റിങ്ങിനകത്ത് ഇരിപ്പുണ്ട്. എന്നോടൊന്ന് സംസാരിക്കണം, എന്നോടൊന്ന് മിണ്ടണം. എനിക്ക് ഇന്ന് രാത്രി ആ ദൂതന്മാരുടെ ആ ഇടപെടിയിൽ എനിക്കൊന്ന് തിരിച്ചറിയണം. അങ്ങനെയുള്ളവർ ഒത്തിരി പേരുണ്ട്. കർത്താവ് ചിലരെ കാണുന്നു കേട്ടോ, വളരെ വ്യക്തമായി കാണുന്നു. ഈ ദിവസങ്ങളിൽ ഒരു എൻകൗണ്ടർ, പരിശുദ്ധാത്മാവിന്റെ ഒരു എൻകൗണ്ടർ, ദൂതന്മാരുടെ ഒരു എൻകൗണ്ടർ, ഹല്ലേലൂയ, തീയുടെ ഒരു സ്പർശനം ഇന്ന് രാത്രി ചിലരുടെ മേൽ സംഭവിക്കാൻ പോവാ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ആശ സിസ്റ്റർ ബദേൽ, ആമേ, ബിന്ദു പ്രവീണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ. ഞാന് സഹോദരിയെ കാണുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, ഈ ദിവസങ്ങളിൽ നിങ്ങളോട് ദൈവത്തിനൊന്ന് ഇടപെടണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ കുറച്ചുകൂടെ ഹല്ലേലൂയ ആ യാഗപീഠത്തെ ഒന്ന് ആക്റ്റീവ് ആക്കിക്കോ. യാഗപീഠത്തെ ഒന്ന് ആക്റ്റീവ് ആക്കിക്കോ. അരതന ജലദിനി കടകൾ കരാതര, അക്ഷരമനകടകൾ കരാതരാതര, ശത്രുരമനകടകൾ കരാതരാതര. ഇതിനകത്തിരിക്കുന്നവരിൽ ആർക്കൊക്കെയോ ശ്വാസം മുട്ടലുമായിട്ട് ബന്ധപ്പെട്ട്, ചെസ്റ്റുമായിട്ട് കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ചില രോഗബന്ധനങ്ങളെ ദൈവം അഴിച്ചു കളയുന്നു കേട്ടോ. ശ്വാസം മുട്ടലിന്റെ ആ സ്പിരിറ്റുകളെ ദൈവം ഇന്ന് രാത്രി ബ്രേക്ക് ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, ദൈവമക്കൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. റീഖമനരബദന ജലദിനി കടകൾ കരകഥന, അലലിയ ചെതലരിക്കുന്നത് പോലെ നിന്നലകളിൽ നിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായ മുഴുവെണ്ണത്തെയും വെട്ടിക്കിളി വെട്ടിയതുപോലെ വെട്ടി നശിപ്പിച്ച് മുഴുവനും നാശാവിശേഷമാക്കിയ മേഖലകളിൽ നിന്ന് ദൈവം ഇന്ന് രാത്രി നിന്നെ റീബിൽഡ് ചെയ്യാൻ പോവുക. പക്ഷെ അതിനു മുമ്പ് നീ ഒരു യാഗപീഠം പണിയണം ദൈവത്തിന് വേണ്ടി. ഹല്ലേലൂയ. ദൈവത്തിന് അതിനകത്ത് ഇറങ്ങി നിന്നുകൊണ്ട് നിന്നോട് സംസാരിക്കാൻ പ്രിയമുണ്ട്, നിന്നോട് ഇടപെടാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. കം ബാക്ക് ടു ദ ഓൾട്ടർ. എല്ലാവരും ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. ക്ഷമ റഖേനിയ ലഫർത്തന സപ്രവ ജഗർത്തനെ ദിയാരക. ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു പ്ലേസ് നിനക്ക് ആവശ്യമാണ്. ഇന്ന് രാത്രി ഒരു സമയം നിനക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് പതിവ് പോലെ ദാനിയേല് പ്രാർത്ഥിക്കാൻ യെരൂശലേമിന്റെ നേരെ വന്നു. അവനൊരു പതിവ് ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എന്റെ സങ്കടം ബോധിപ്പിച്ച് ഞാൻ കരയും ഈ ദിവസങ്ങളിൽ. ഒരു പതിവ് പ്രാർത്ഥന ഒന്നും തെറ്റിക്കല്ലേ കേട്ടോ. ഞാൻ ഓർക്കാണ്, ഈ പ്രായമുള്ളവർ നമ്മുടെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെടുന്ന എനിക്ക് വലിയ വേദനയായിട്ടിരിക്കും. എന്റെ പപ്പ മരിച്ചുപോയി 4 വർഷത്തിന് മുമ്പ്. എന്റെ അമ്മയുണ്ട്.
അമ്മയ്ക്കിപ്പോൾ 72 വയസ്സ് കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചേ, പ്രായമുള്ളവരുടെ ചിട്ട ഭയങ്കരമാണ്. ഇന്നത്തെ തലമുറയുടെ കൂട്ടൊന്നുമല്ല. അവർ 4 മണിക്ക് എഴുന്നേക്കും. നമ്മളിവിടെ 10:30 കഴിഞ്ഞു വെയിലടിച്ചാൽ പോലും എഴുന്നേക്കുകയല്ല, ഒറ്റ ഒരെണ്ണം. അവര് 4:30 അടിക്കുമ്പോൾ എഴുന്നേക്കും. മനമേ പക്ഷി ഗണങ്ങൾ ഉണർന്നിത പാട്ടു. ആമേൻ. ഈ പാട്ട് പാടി ഇന്നത് കേൾക്കാൻ പോലും ഇല്ല പാട്ട്. പ്രായമുള്ളവരെ ഞാൻ ഓർക്കുകയാണ്, അവരുടെ പ്രാർത്ഥന, അവരുടെ ചിട്ടയോടുള്ള ബൈബിൾ വായന, ചിട്ടയോടുള്ള ഉപവാസങ്ങൾ, അത് ഭയങ്കരമായിട്ട് വരുന്ന തലമുറയ്ക്ക് അതൊരു ബ്ലെസ്സിങ് ആണ്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ പ്രായമുള്ളവരുണ്ടെങ്കിൽ കേട്ടോ, അവരുടെ പ്രാർത്ഥന ഇന്നും ശക്തമാണ്, ഒരു ഡൗട്ടും ഇല്ല. ഞാൻ ഈ ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചേ, ചിലര് പറയുന്നു, ചിന്തിക്കുന്നുണ്ടെങ്കിൽ പാസ്റ്ററെ അങ്ങനെ ഒരു സമയം വേണം. പിശാചുമായിട്ട് കൂട്ടിമുട്ടാൻ ഇവിടെ ലോകത്തിന് പ്രത്യേക പ്ലേസും, ഞാൻ ചോദിക്കുന്നത്, പാപം പരസ്യമായിട്ട് ചെയ്യത്തില്ല, പാപം രഹസ്യ സ്ഥലത്ത് വെച്ചേ ചെയ്യത്തുള്ളൂ. അതിനൊരു പ്ലേസ് അവർ കണ്ടിട്ടും, ഇരുട്ടിന്റെ മറവ്, അതിന് 4 ഭിത്തിയുടെ ഉള്ള്. പാപം ചെയ്യാൻ പിശാച് ഒരു സ്ഥലം, പ്ലേസ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവമായിട്ട് സംസാരിക്കാൻ ഒരു പ്ലേസ് നമുക്കുണ്ട്. ഒരു വ്യത്യാസവും ഇല്ല. പതിവ് പ്രാർത്ഥന, ദാനിയേലിന്റെ യേശു പതിവ് പോലെ പ്രാർത്ഥിക്കാനായിട്ട് ഗെത്സമനേക്ക് പോയി. ഈ പ്രാർത്ഥന കളയരുതേ, മാറ്റരുതേ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണിനെ തുറപ്പിക്കുന്ന ഒരു കാര്യം പറയുകയാണ്. ശ്രദ്ധിച്ചേ, കർത്താവിന്റെ സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ശ്രദ്ധിച്ചേ, നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 4:29 വായിച്ചു നോക്കിയേ. എടുക്കണ്ട, അപ്പോസ്തല പ്രവൃത്തി 4:29 നിങ്ങളൊന്ന് കുറിച്ചിട്ടോ. കർത്താവിന്റെ സ്തോത്രം. സഭ ഭയങ്കര ഒരു പ്രതിസന്ധിയെ നേരിടുക, അതികഠിനമായ ഒരു പീഡ സഭയ്ക്കെതിരെ ഉണ്ടാവുക. 4:29 പത്രോസിനെ പിടിച്ച് ജയിലിലിട്ട്, ആ ജയിലിൽ നിന്ന് പത്രോസിനെ ഇറക്കിക്കൊണ്ടുവരാൻ അവര് ഒരു പ്രാർത്ഥനാ യാഗപീഠം പണിതു. പത്രോസിനെ ഒരു പ്രാവശ്യമല്ല പിടിച്ച്, 12-ാം അധ്യായത്തിൽ വീണ്ടും പിടിച്ചു തലവെട്ടാൻ. 2 പ്രാവശ്യം പത്രോസിനെ അറസ്റ്റ് ചെയ്തു. 2 പ്രാവശ്യവും സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. അതൊരു യാഗപീഠം, അതൊരു ഓൾട്ടറാ. ഇന്ന് രാത്രി ഞാൻ ഇതിൽ കയറിയ 30 പേരോട് ഒരു ആസ് എ പാസ്റ്റർ എന്ന നിലയ്ക്ക് പറയുന്നു, യാഗപീഠം എവിടുണ്ടോ അവിടെ ദൂതൻ ഇറങ്ങിയിരിക്കും. യാഗപീഠം എവിടുണ്ടോ അവിടെ പോർട്ടലുകൾ ഓപ്പൺ ആകും. യാഗപീഠം എവിടുണ്ടോ അവിടെ ദൈവത്തിന് ആക്സസുകളുണ്ട്. യാഗപീഠം എവിടുണ്ടോ അവിടെ ഓപ്പൺ ഹെവനുകൾ സംഭവിക്കും. യാഗപീഠം എവിടുണ്ടോ അവിടെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങുകൾ ദൈവം തുറന്നു കൊടുക്കും. യാഗപീഠം എവിടുണ്ടോ അവിടെ സ്പിരിച്വൽ ആക്സസുകൾ കർത്താവിന്റെ ആത്മാവ് തുറന്നു കൊടുക്കും. ഈ രാത്രി ഞാൻ ഈ ഗ്രൂപ്പിൽ കയറിയ 30 പേരോടും ആത്മാവി പറയുന്നു, ഈ ദിവസങ്ങളിൽ പൊളിഞ്ഞുപോയ യാഗപീഠം പുതുക്കിപ്പെടുന്നു, ഏലിയാവ് പണിതതുപോലെ. ഈ രാത്രി അതിനകത്ത് തീ ഇറക്കാൻ ദൈവം വിശ്വസ്തനാണ്. യഹോവയല്ലാതെ വേറൊരു ദൈവമില്ലെന്ന് ഏറ്റുപറയത്തക്ക വിധത്തിൽ, ബാലിന്റെ പ്രവാചകന്മാർ മുട്ടുമടക്കത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി ചിലതിനെ മുട്ടുമടക്കുന്ന ദൈവിക യാഗപീഠങ്ങൾ ഇന്ന് രാത്രി നമ്മുടെ വീടിനകത്ത് ഉയരട്ടെ. പരിശുദ്ധാത്മാവുള്ളവര് ഒന്ന് പ്രതികരിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്. ആമേൻ. റീബിൽഡ് യുവർ ഓൾട്ടർ. ഇന്ന് രാത്രി നിന്റെ യാഗപീഠത്തെ നീ പുതുക്കിപ്പെടുന്നു. പരിശുദ്ധാത്മാവ് വൻ കാര്യങ്ങൾ നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ആൻസി റേച്ചൽ, പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. സ്തോത്രം. ലാലിച്ച എത്ര സമയം വരാന്ന് എനിക്ക് അറിയത്തില്ല. കുഴപ്പമില്ല, സമയം എടുത്തോ, നോ പ്രോബ്ലം. അവിടെ ക്ഷമാനരബർദ്ധനാദികൾ കരാധികാരക. നിങ്ങൾ ശ്രദ്ധിച്ചേ, യാഗപീഠം പുതുക്കി പണിയാൻ നിങ്ങൾ റെഡി ആയിക്കോ. 1 രാജാക്കന്മാർ 18 ആമേൻ സ്തോത്രം. ഉച്ച തിരിഞ്ഞ് ഏലിയാവ് യാഗപീഠത്തിന്റെ നേരെ തിരിഞ്ഞു. 12 കല്ല് ഗോത്രസംഖ്യയ്ക്ക് എത്തവണ്ണം ആമേൻ അവൻ എടുത്തു വെച്ചു. രണ്ടാമത്തെ കാര്യം, ഹല്ലേലൂയ, അതിനകത്ത് കല്ലെടുത്തു വെച്ച് പണിതത് മാത്രമല്ല, പിന്നെ ഒരു 5 കൂട്ടം കാര്യം ഏലിയാവ് അവിടെ ചെയ്യുന്നതായിട്ട് കാണുന്നു. ആമേൻ. രണ്ടാമത്തെ കാര്യം വിറക് അടുക്കി വെച്ചു. മൂന്നാമത്തെ കാര്യം യാഗവസ്തുവിനെ കണ്ണമായി മുറിച്ചു വെച്ചു. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം. നിങ്ങളുടെ സ്തോത്രം ഒരു യാഗമാ, നിങ്ങൾ കൊടുക്കുന്ന പൈസ ഒരു യാഗമാ, നിങ്ങളുടെ ശരീരം ഒരു യാഗമാ. നിങ്ങളുടെ മകനെ ഇന്ന് രാത്രി യാഗമായി കൊടുക്കുക. നീ സ്നേഹിക്കുന്നതിനെ നീ യാഗമായി കൊടുക്കുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയാം, അതിന്റെ മേൽ തീ ഇറങ്ങാൻ പോവുക. രാധന ജഗർത്തന പ്രവാചകത്തന രിഗതനഘടകൽക്കരാധിയാന
ഇന്ന് രാത്രി എന്റെ കൂടെ ഒന്ന് പ്രതികരിക്കാൻ പറ്റുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറ. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം. ഏലിയാവ് ചെയ്ത കാര്യം, അതിനകത്ത് ആമീൻ ബക്കറ്റില് തൊട്ടിയിൽ കൊണ്ട് വെള്ളം കോരി ഒഴിച്ചു അതിന്റെ മേല്. ആമീൻ പിന്നെ പ്രാർത്ഥിച്ച സെക്കൻഡുകളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു തീ അതിനകത്ത് ഇറങ്ങി. ഇന്ന് രാത്രി പരിശുദ്ധാത്മ നിങ്ങളോട് ഇടപെടുന്നോ? യാഗപീഠം പുതുക്കിക്കോ, യാഗപീഠം പണിതോ, അതിനകത്ത് ദൈവത്തിന്റെ തീ തൊടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയം പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്, ഗ്ലോറി ബി ടു ഗോഡ്, ഗ്ലോറി ബി ടു ഗോഡ്. യാഗപീഠം പണിതാൽ ദൈവം ഇറങ്ങിയിരിക്കും. പത്രോസിനെ ദൈവം വിടുവിച്ച പോലെ നമ്മളെ വിടുവിക്കും. ഞാന് ബൈബിള് ഉടനീളം ഞാൻ കാണാനിടയായി. യാഗപീഠം എന്തിനാണെന്ന് അറിയാമോ? നമ്മളെ ബ്ലസ് ചെയ്യാൻ വേണ്ടിയാ, നമ്മളോട് ഇടപെടാൻ വേണ്ടിയാ, ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയാ, നമ്മളോട് ഇന്റിമസിക്ക് വേണ്ടിയാ ദൈവം യാഗപീഠം പണിയാൻ പറഞ്ഞു. ഇന്ന് രാത്രി അപ്പനും മകനും തമ്മിൽ സംസാരിക്കുന്ന സ്ഥലമാണ്, ദൈവിക കവനന്റിന്റെ സ്ഥലമാണ് യാഗപീഠം. അവിടെ ദൈവം ഇറങ്ങിയിരിക്കും. നിങ്ങൾ രാവിലെ പ്രാർത്ഥിച്ചോ, ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ചോ, വൈകിട്ട് പ്രാർത്ഥിച്ചോ, ഒരു സംശയമില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാന് ഇപ്പൊ താമസിക്കുന്ന തിരുവല്ലയ്ക്ക് അടുത്തൊരു വാടക വീട്ടിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മത്സ്യം വാങ്ങിക്കാനായിട്ട് വള്ളംകുളം എന്ന് പറഞ്ഞ സ്ഥലം വരെ പോയി. വള്ളംകുളം ഇവിടെ അടുത്തൊരു സ്ഥലം, തിരുവല്ലയ്ക്ക് അടുത്ത്. അവിടെ ചെന്നപ്പോ ആ കട 2 മണി സമയത്ത്, ഉച്ചയ്ക്കാണ് ഞാൻ ചെന്നത്. അവിടെ ഒരു വെള്ള പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കട 3 മണിക്ക് ശേഷമേ തുറക്കൂ. അപ്പൊ എനിക്ക് മനസ്സിലായി ആ കടയുടെ ഉടമസ്ഥൻ ഒരു മുസ്ലിമാണ്. അവൻ എത്ര രൂപ നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞാലും അവന്റെ നിസ്കാര സമയം വിട്ട് അവനൊരു പരിപാടിക്ക് അവൻ പോകത്തില്ല. നമ്മൾ എത്ര ഈസി ആയിട്ടാ സഭാരാധന മുടക്കുന്നത്. അവിടെ വീട് കയറി താമസിച്ച് 28 കെട്ട്, അവിടെ കല്ലിടിയില്, ഇവിടെ കല്ലിടിയില്, എത്ര ഈസി ആയിട്ട് ആരാധന മുടക്കുന്നത്. ഒരു പേടിയില്ല പെന്തിക്കോസുകാർക്ക് ആരാധന മുടക്കുന്നത്. പക്ഷെ അവന്റെ നിസ്കാരം കളഞ്ഞിട്ട് മീൻകട, അതിൽ കുറഞ്ഞുള്ള ലാഭം മതിയുടെ. പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. സ്വതം ശമനാദികൾക്കല്ല. ഇത്ര ഞാൻ കുറച്ച് കാര്യമേ പറഞ്ഞോളൂ. നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ആ വാക്കുകൾ സ്പർശിച്ചോ എന്ന് എനിക്ക് അറിയത്തില്ല. നമുക്കൊന്ന് പുതുക്കി പണിയാൻ പ്രിയരെ, നമ്മുടെ യാഗപീഠത്തെ ഒന്ന്. ഹല്ലേലൂയ. ആത്മാർത്ഥമായി ഈ മെസ്സേജ് കേട്ടവർ ആത്മാർത്ഥമായി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, പാസ്റ്ററെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഒന്നുകൂടെ ഒന്ന് പണിയപ്പെടേണ്ടതുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവരുടെ കൈ ഒന്ന് കാണട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ പ്രെയർ ലൈഫ്, എൻ്റെ പ്രെയർ ഓൾട്ടർ ഇന്ന് രാത്രി പൊളിഞ്ഞു കിടക്കുകയാണ്. എനിക്കൊരു പ്രാർത്ഥനയിലേക്കൊന്ന് തിരിച്ചു വരണമെന്ന് കൊതിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് രാത്രി? നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പാസ്റ്റർ സജിമോൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമനപ്പെടുന്നു. ഇത് കയറിയ 30 പേരോടും പരിശുദ്ധാത്മാവേ ഇന്ന് രാത്രി ഇടപെടണമേ. പൊളിഞ്ഞുപോയ യാഗപീഠത്തെ ഏലിയാവ് പണിതതുപോലെ ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾ വേഗത്തിൽ പണിയട്ടെ. വേഗത്തിൽ ഒരു ഉപവാസം പ്രസിദ്ധമാകട്ടെ. വേഗത്തിൽ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടുന്ന ഒരു ഡിസിഷൻ, പ്രാർത്ഥനയുടെ മേഖലകളിൽ ഒരു തീരുമാനം എടുക്കട്ടെ ഈ കുഞ്ഞുങ്ങൾ. പരിശുദ്ധാത്മാവേ, ആമേൻ സ്തോത്രം. അവരോട് അസാധാരണമായ നിലയിൽ ദൈവം സംസാരിക്കണമേ. കാണാത്ത കാഴ്ചകൾ, കേൾക്കാത്ത ശബ്ദങ്ങൾ, ശമന അധികാരകസ്യാദര. എന്റെ കൂടെ ദൈവമക്കൾ പ്രാർത്ഥിച്ചേ. ഇതുവരെ കാണാത്ത കാഴ്ചകൾ, ഇതുവരെ കേൾക്കാത്ത കാഴ്ചകൾ, ആൻസി റേച്ചൽ, ഇതുവരെ നീ കാണാത്ത കാഴ്ചകൾ, കേൾക്കാത്ത ശബ്ദങ്ങൾ, ദൈവീക ഇടപെടലുകൾ നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി സംഭവിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ശമന അധികര അധികര അജഗന അരികത ജഗനെ അടതന ജനതനി ഘടകൽ കരകത നാദിക രഗതന ഘടകൽ കരകെ. ഒന്ന് കൈ അടിച്ച് അന്യഭാഷ കിട്ടിയിട്ടുള്ള ദൈവമക്കളൊന്ന് ആരാധിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും. അതുരജലാദിക രന്ധന വർമ്മന ബൗദ്ധവ രഗതന ജനതിനി ഘടക അർത്ഥന രഗതന വൈശ്വരാധന വർമ്മന ബൗദ്ധവ രേതന വർദ്ധന വൈഡക രഗതന. എല്ലാവരും പ്രാർത്ഥിച്ചേ, എല്ലാവരും പ്രാർത്ഥിച്ചേ. വർദ്ധന 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 വൈഡവ രന്ധന വീതരജാതിക രഗതന ഘടകൽ കരകെ ജഗന രഗത ജഗന രഗത വൈഡ രഗന ഹൃദയ ജഗന. ഒരിക്കൽ കൂടെ എന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് പുതുക്കണമെന്ന് താല്പര്യമുള്ളവർ മാത്രം ഒന്ന് കരമടിച്ച് ആരാധിച്ച്. അത് എവിടൊക്കെയോ പൊളിച്ചു കളഞ്ഞു സാത്താൻ. അവിടെ തീ ഉണ്ടായിരുന്നു, പണ്ട് തീ വെളിപ്പെട്ടുകൊണ്ടിരുന്നതാ. പ്രാർത്ഥനാ മുറി ഇറങ്ങുമ്പോൾ സിംഹതുല്യമായിട്ടാണ് ചിലർ ഇറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനെ കാലങ്ങളുടെ പഴക്കത്തിൽ പൊളിച്ചു കളഞ്ഞു. അതിന്റെ കല്ലുകൾ ചിതറിപ്പോയി, അതിന്റെ തീ കെട്ടുപോയി. യേശുവിന്റെ നാമത്തിൽ രാത്രി ആ തീ ഇന്ന് രാത്രി അതിനകത്ത് കത്തട്ടെ.
അർത്ഥന വർമ്മന ബൗദ്ധവരാധന ജാതിക രഗതന ഘടകൾ കരകെ യേശുവിന്റെ നാമത്തിൽ ആരാധനയുടെ തീ വെളിപ്പെടട്ടെ, പ്രാർത്ഥനയുടെ തീ വെളിപ്പെടട്ടെ ഇന്ന് രാത്രി. ഹാലലിയ. യാഗപീഠമാകുന്ന അതിൽ തീ കത്തുന്നത് കൊണ്ടാണ്. തീ കത്താത്തത് ഒന്ന് യാഗപീഠമല്ല. തീ കത്തിയാൽ മാത്രമേ അത് യാഗപീഠമാകത്തുള്ളൂ. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയിൽ തീ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. സനിത സന്തോഷ്, ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയിൽ തീ കത്തട്ടെ. മേഴ്സി ലാലു, നിന്റെ പ്രാർത്ഥനയിൽ തീ കത്തട്ടെ. റെജി സാം, ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ തീ കത്തട്ടെ. കരമടിച്ച് എല്ലാവരും ആരാധിച്ച് കരമടിച്ച് ശമനാധികാര ചൂടാരഭർത്തന അധികൽക്കരകഥന റിയന്തര കടകൾ കരേധികാര കടകൾ കരേധികാരകട കരമടിച്ച് ദൈവത്തിന് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ. സാത്താൻ വിവിധ ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ പ്രയർ ഓൾട്ടറിനെ പൊളിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ശിഥിലമാക്കി കളഞ്ഞു, ദുർബലമാക്കി കളഞ്ഞു, അതിനകത്ത് തീ ഇല്ലാതാക്കി, ഉണർവ് കെടുത്തിക്കളഞ്ഞു, കെട്ടുപോയി. പലരുടെയും പ്രാർത്ഥന കെട്ടുപോയി. ഇന്ന് രാത്രി ഹല്ലേലൂയ കർത്താവ് എന്നോട് പറഞ്ഞു, തീ കത്തട്ടെ, കത്തട്ടെ തീ യേശുവിന്റെ നാമത്തിൽ. നിന്റെ പ്രാർത്ഥനാ യാഗപീഠത്തിൽ തീ കത്തട്ടെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ. തീ ഇല്ലാത്തതൊന്നും യാഗപീഠമല്ല. യാഗപീഠമാണോ അത് തീ കത്തിയിരിക്കണം യേശുവിന്റെ നാമത്തിൽ. പെന്തിക്കോസ്തിന്റെ അഗ്നി വീണ്ടും കത്തട്ടെ. ഓ ശമനാധികാരകസ്യാദര പ്രിൻസ് ദോഹ പ്രിൻസ് ഇന്ന് രാത്രി തീ കത്തട്ടെ. ഹല്ലേലൂയ. അദ്ദേഹം നല്ലോലൊന്ന് പ്രാർത്ഥിച്ച തീ കത്തുന്നതായിട്ട് ഞാൻ കാണുന്നു. നല്ലോലൊന്ന് പ്രാർത്ഥിച്ചാൽ അദ്ദേഹത്തിന്റെ മേൽ തീ കത്തുന്നതായിട്ട് ഞാൻ കാണുന്നു. ബിന്ദു പ്രവീൺ, ഇന്ന് രാത്രി നിരാശകളെ കൊടഞ്ഞുകളാ. ഇന്ന് രാത്രി നീ ആത്മാവിൽ കത്തി ജ്വലിക്കട്ടെ. ശകൽ കരകഥന ഘടകൽ കരാധന പ്രവീൺ മാത്യു, ഇന്ന് രാത്രി ലോർഡ് ഹർസ് മെനേറ്റിനിയ ലഫർത്തന സിഖാരിയാദന പ്രബോധകർത്തനാദിയാന ലീബ്രാക്കസ് മനാദിയാന വർത്തന അടതര ഘടകൾ പ്രവീണിനോട് ഇന്ന് രാത്രി സംസാരിക്കണമേ പരിശുദ്ധാത്മാവേ. അതരജലതിനി ഘടകൽ കരാധന അതരാജകർത്തനാധികാരക ശാന്തനെ വൈഡാരകർത്തനാധികാരക. ആ യശയാവിന്റെ നാവിനെ തീ കൊണ്ട് തൊട്ടതുപോലെ നിന്റെ നാവിനെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കാൻ പോവാണ്. നിന്റെ നാവിനെ ദൈവം തൊടുന്നതായിട്ടൊരു കാഴ്ച ഞാൻ കാണുന്നു. നിന്റെ നാവിൽ നിന്ന് വലിയ കാര്യങ്ങൾ ചിലത് പുറപ്പെടാൻ പോവുക, ജ്ഞാനം പുറപ്പെടാൻ പോവുക, വചനം പുറപ്പെടാൻ പോവുക, ചില ഡിക്ലറേഷൻ പുറപ്പെടാൻ പോവുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് സംസാരിക്കുന്നു. ഐ റിലീസ് ദാറ്റ് പ്രൊഫറ്റിക്കൽ വേർഡ് over Praveen Matthew in Jesus mighty name. Brakasmana yalbrahushamanaya albrakasmeni albana riyandara പ്രവാചകസ്യാദന. പ്രവീൺ ആരാന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ദൈവം എന്നോട് ഇങ്ങനെ പറയാൻ പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ കാത്തിരിപ്പിനും 100% കൊയ്ത്ത്, 100% റിസൾട്ട് ചില കാര്യത്തിനകത്ത് ദൈവം തരാൻ പോവാ. 30 അല്ല, നോട്ട് 30, നോട്ട് 60, 100% റിസൾട്ട് ഉണ്ടാകുന്ന എന്തോ ചില ഡെലിവറൻസ് നിന്റെ ലൈഫുമായി ബന്ധപ്പെട്ട് ദൈവം സെറ്റ് ചെയ്യാൻ പോവാ. പ്രവീൺ രേഖാമ സധരാധര പ്രഭാതി. ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം അത് ചെയ്യുന്നതായിട്ട് എന്നെ കാണിക്കുന്നു. സാധര പ്രവാചകർത്തനാദികൽക്കരാധര. പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വീണ്ടും ഒരു തീ കത്തിക്കാൻ പോവുക. ചിലരുടെ മേൽ ആ തീ കത്തിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് വീണ്ടും ആ തീ കത്തിക്കാൻ പോവുക. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. ആശ, ഹല്ലേലൂയ, ബീന, മേഴ്സി, സജി, ഇന്ന് രാത്രി ചിലരുടെ മേൽ ആ തീ വീണ്ടും കത്തട്ടെ. പെന്തിക്കോസ്തിന്റെ തീ വീണ്ടും കത്തട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രാർത്ഥിച്ചേ. സാംസൺ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്നു കർത്താവേ. റെനി ഡാനിയൽ, പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അജിമോൾ, ഇന്ന് രാത്രി അജിയുടെ മേൽ, അജുവിന്റെ മേൽ ഇന്ന് രാത്രി ആ തീ കത്തട്ടെ. യാഗപീഠങ്ങൾ പുതുക്കി പണിയട്ടെ. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. പത്രോസിനെ പുറത്തെടുത്തതുപോലെ ചിലരെ പുറത്തെടുക്കാൻ പോവാ. കർത്താവ് ചില തടവറകളെ നിന്ന് വിടുവിക്കാൻ പോവാ. നിന്നെ പൂട്ടി തളച്ചിട്ടിരിക്കുന്ന സകല തടവറകളും ദൈവം ഇന്ന് പൊളിക്കാൻ പോവാ. ചില കാരാഗ്രഹങ്ങളെ ദൈവം ഷേക്ക് ചെയ്യാൻ പോവാ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ ഒരു ചർച്ച ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ആ ഓൾട്ടർ ഇന്ന് രാത്രി തീ കത്തുന്നുണ്ടെങ്കിൽ ഓർത്തോ, മറുഭാഗത്ത് വിടുതൽ ഉറപ്പാണ്, സുനിശ്ചിതമാണ്. ശമാന ഹസ്തര പ്രവാചകർത്തനാധികാരക. കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഇത് കയറിയ 30 പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ യാഗപീഠത്തെ അവർ പണിയട്ടെ, അതിനകത്ത് തീ വെളിപ്പെടട്ടെ, യാഗവസ്തു ദഹിക്കട്ടെ, പൈശാചിക ലോകം മുട്ടുമടക്കട്ടെ, ദൈവശക്തി ആവരിക്കട്ടെ, അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. ലാഭിച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാർത്ഥനാ മനുഷ്യനാക്കി ദൈവ ദിവസങ്ങളിൽ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
മാറ്റങ്ങളുടെ ദിവസങ്ങളാക്കി തീർക്കണമേ കർത്താവ്. അടുത്തൊരു ട്രാൻസിഷൻ, അടുത്തൊരു ഷിഫ്റ്റ് തന്റെ ലൈഫിനകത്ത് സംഭവിക്കട്ടെ കർത്താവ്. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമനപ്പെടുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ജയമുള്ളതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും നന്ദി ഓർപ്പിക്കുന്നു. താങ്ക് യു. വളരെ സന്തോഷം. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ വിളിച്ചപ്പോൾ കടന്നു വന്ന് ഇന്ന് ദൈവസഭയോടുള്ള ദൈവിക ദൂത് അറിയിപ്പാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സജിപാസ്റ്റ് ഒരു പാട്ട് പാടിക്കാട്ടെ, ഒരു പാട്ടിന്റെ 2 ലൈൻ പാടിക്കാട്ടെ സജിപാസ്റ്റ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ യേശുവല്ല നില്ലനിക്കോരാശ്രയം ഭൂവിൽ, നിന്മാർവിലല്ല ദില്ലനിക്കു വിശ്രാമം വേറെ. ഈ പാരിലും പരത്തിലും നിസ്തുല്യനൻ പ്രിയൻ എൻ്റെ രക്ഷക, എൻ ദൈവമേ നീ അല്ലാതില്ലാരും. എന്നേശു മാത്രം ഭാദിയനിക്കേതു നേരത്തും എൻ്റെ രക്ഷക, എൻ ദൈവമേ നീ അല്ലാതില്ലാരും. എന്നേശു മാത്രം ഭാദിയനിക്കേതു നേരത്തും. ഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയ. ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എൻ്റെ രക്ഷക, എൻ്റെ രക്ഷക, എൻ ദൈവമേ നീ അല്ലാതില്ലാരും. എൻ്റെ യേശു മാത്രം മതി എനിക്കേതു നേരത്തും. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ഇത്രത്തോളം സമയം ദൈവസനയിലായിരിക്കാൻ ദൈവം സഹായിച്ചുവല്ലോ. കർത്താവിന്റെ ദാസനെ നമ്മുടെ മധ്യത്തിൽ അയച്ച് അനുഗ്രഹീതമായ ദൈവവചനം കേൾപ്പാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. യാഗപീഠം എന്നത് ഒരു കല്ല് കൂട്ടമല്ല, പിന്നെയോ സ്തോത്രം അത് ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്ന സ്ഥലമാണ്. സ്തോത്രം. അതുകൊണ്ട് യാഗപീഠം പണിയുന്നവരായി ദൈവത്തിന്റെ ഹല്ലേലൂയ അഗ്നി അനുഭവിപ്പാൻ സ്തോത്രം ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് കുടുംബമായി സഭയായി ഹല്ലേലൂയ നമ്മുടെ യാഗപീഠങ്ങളെ പണിത് സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ സ്തോത്രം ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ ദൈവം സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ യാഗപീഠങ്ങളിലെ അഗ്നി ഒരിക്കലും അണയാതെ സൂക്ഷിപ്പാൻ ഒരു തീരുമാനത്തോടെ ഇന്ന് രാത്രിയായിരിക്കാം. പ്രത്യേക കർത്താവിന്റെ ദാസനെ പെട്ടെന്ന് ഞാൻ വിളിച്ചപ്പോൾ ഒരാവശ്യത്തിന് അദ്ദേഹം വിളിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അദ്ദേഹം ജോയിൻ ചെയ്തില്ല. വളരെ ശക്തമായി ഇന്ന് കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസന. തന്റെ സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വളർന്നുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പ്രിയ അനിൽ അടൂരൊക്കെ അദ്ദേഹത്തിന്റെ ചർച്ചിലെ സ്തോത്രം കൊയർ ലീഡറാണ്. വളരെ ശക്തമായി താൻ ഉപയോഗിക്കപ്പെടുന്നുവല്ലോ. ദൈവം തന്നെ സഹായിക്കട്ടെ. സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ കർത്താവിലൂടെ കേൾപ്പിച്ച നല്ല വചനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു സ്തോത്രം ചെയ്താട്ട് പ്രത്യേക നമ്മുടെ പ്രിയ ആൻസി റേച്ചലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്റെ വിഷയത്തിന്റെ മേൽ ദൈവപ്രവൃത്തി ഉണ്ടാക്കട്ടെ. എത്രയും പെട്ടെന്ന് തന്റെ വിസ അടിപ്പാൻ നാട്ടിലേക്ക് കടന്നു പോകാൻ തക്കതായ സാഹചര്യം ഒരുക്കണം. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ദൈവം മറുപടി തരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ സ്വതന്ത്രം നമ്മളെ ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിനായി ഒരു പുതിയ തീരുമാനത്തോടെ
രാത്രി എല്ലാവരും ദൈവസന്നിധി കർത്താവെ ഞങ്ങളുടെ യാഗപീഠങ്ങളെ പണിയുവാൻ, പ്രാർത്ഥന എന്ന യാഗപീഠം പണിയുവാൻ കർത്താവെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ ദാസനെ ഓർപ്പിച്ചതുപോലെ ഹല്ലേലൂയ സ്തോത്രം. പ്രത്യേകമായ ഒരു സ്ഥലത്ത് സമയത്ത് കർത്താവിനെ സ്തുതിപ്പാൻ, പ്രാർത്ഥിപ്പാൻ നമ്മളെ ദൈവം സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. കർത്താവെ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കർത്താവെ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ദൈവസേനയിലായിരിക്കാൻ ദൈവവിടയാക്കിയത് ഓർത്ത് സ്തോത്രം. കർത്താവിന്റെ ദാസനെ ഞങ്ങളുടെ മധ്യത്തിൽ അയച്ച് കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാവരെയും സഹായിക്കുകയും മാനിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഞങ്ങൾ പ്രിയ ആൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി ഉണ്ടാകേണ്ട അനേക പ്രിയപ്പെട്ടവരുണ്ട്, ജോലി ലഭിക്കേണ്ടവരായിട്ടുണ്ട്. ദൈവം അവർക്ക് വേണ്ടി വഴി തുറക്കണമേ. മറ്റു വിഷയങ്ങളിൽ കർത്താവ് വിവാഹപ്രായമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, അവർക്ക് വേണ്ടി ദൈവം വഴിയൊരുക്കണം. ഈ ദേശത്തിനോട് കർത്താവ് മനസ്സലിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്, ഏതെങ്കിലും ഭാരങ്ങളായിട്ടുള്ളവർ, പ്രയാസത്തിലായിരിക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ശാരീരികമായ ക്ലേശം അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി കേട്ട ദൈവവചനം എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ബലപ്പെടുത്തേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്ന് രാത്രിയിലത്തെ കൂട്ടായ്മ എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർത്തതോർത്ത് സ്തോത്രം. സകലമാനവും മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്ന് ദൈവ കർത്താവിന്റെ ദാസനോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അതിഥികളായി ജോയിൻ ചെയ്ത എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.